നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് എസിനുള്ളിലെ തർക്കത്തിൽ ഇടതുമുന്നണിക്ക് അതൃപ്തി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കെതിരെ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിലെ ഒരു വിഭാഗം നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തി. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള സംഘടിത നീക്കമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ മങ്ങലിൽ നിൽക്കുകയാണ് ഇടതുമുന്നണി. ഇതിനിടെ ഉയർന്ന ഘടകകക്ഷികൾക്കിടയിലെ ആഭ്യന്തര തർക്കം കൂടി മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് എസിനകത്തെ കൂട്ടുരാജിയാണ് പ്രധാന ചർച്ചാ വിഷയം. ജില്ലാ ഭാരവാഹികൾ കോഴിക്കോട് നോർത്ത്, സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം ബ്ലോക്ക് പ്രസിഡന്റുമാരാണ് ഇതിനോടകം രാജിവെച്ചത്. അടുത്തിടെ ജില്ലാ പ്രസിഡന്റ് ഗോപാലൻ മാസ്റ്ററെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു കൂട്ടുരാജി. സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ പ്രവർത്തനങ്ങളിലും സംഘടനാ ഭാരവാഹികൾ ഒട്ടും തൃപ്തരല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അഭിപ്രായം പോലും അറിയാതെയായിരുന്നു മന്ത്രി സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്ന ആക്ഷേപവും പാർട്ടിക്കകത്തെ ശക്തമാണ്. പാർട്ടിയിലെ ആഭ്യന്തര തർക്കം ഇടതുമുന്നണിക്കുള്ളിൽ ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരവെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിച്ചുകൊള്ളാനാണ് ഇടതുമുന്നണി കൈമാറിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനിടെ മന്ത്രി കടന്നപ്പള്ളിക്കെതിരായി ഉയർന്ന വിമർശനങ്ങളെയും മുന്നണി നോക്കിക്കാണുന്നുണ്ട്. അതേസമയം പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഒരു വിഭാഗം നേതാക്കളുടെ രാജിയെന്നാണ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വിശദീകരണം. ഇതിനിടെ വരും ദിവസങ്ങളിൽ പാർട്ടി യോഗം വിളിച്ച് നേതാക്കളെ നേരിൽ കണ്ട് പ്രശ്നപരിഹാര സാധ്യത തേടാനാണ് കോൺഗ്രസിന്റെ സമവായ നീക്കം. കെ പി ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്.